ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ആദ്യമായി പറയട്ടെ, ഇത് പൊതുവായ ഫലമാണ്. ഭരണി നക്ഷത്രക്കാരുടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശിചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ഭരണി നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ പൊതുവെ കാലം കുറച്ച് അനുകൂലമായിട്ടാണ് കാണുന്നത്. ചില വിഷയങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പൊതുവെ അനുകൂലമാണ്. ഇതിലെടുത്തു പറയേണ്ടത്, അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ തർക്ക വസ്തുക്കളിലൊക്കെ നിങ്ങൾക്ക് അവകാശം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വാഹനയോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗൃഹമാറ്റം, ചിലരൊക്കെ വീട് മാറി താമസിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് താൽക്കാലിക സുഖത്തിന് വേണ്ടി നിങ്ങൾ ധനം കുറച്ച് അമിതമായിട്ട് ചിലവഴിക്കുന്നതാണ്. ദൂർത്ത് എന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും ധന വിനിയോഗം ധാരാളമായിട്ടുണ്ടാകും. നിങ്ങളുടെ വരവ് ചെലവ് കണക്കൊക്കെ ഒരുവിധം പൊരുത്തപ്പെട്ടു പോകുന്ന വരുമാനം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും ചിലവ് കൂടിയിരിക്കും. അപ്പോൾ അത് തമ്മിലൊരു ഇക്വിലിബ്രിയത്തിൽ പോകുന്നതാണ്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സംസാരം കഴിവതും ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത്. തുറന്നടിച്ചുള്ള നിങ്ങളുടെ ഈ സംസാരം മൂലം കുറച്ചൊക്കെ വിപത്ത് അപകടം നിങ്ങൾ താനെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ഒരു നൃത്തം പാലിക്കുക. കോടതി കേസുകളിലൊക്കെ പ്രതീക്ഷിച്ച വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. വിജയം നിങ്ങളുടെ ഭാഗത്ത് സുനിശ്ചിതമായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നാൽക്കാലികളിൽ നിന്നൊക്കെ, കാർഷിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നാൽക്കാലികളിൽ നിന്നും കുടുംബത്തിന് ഐശ്വര്യവും ധനലാഭവും ഒക്കെ ഉണ്ടാകുന്നതാണ്. നാൽക്കാലി വളത്തിലൂടെ നല്ല ലാഭം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ എടുത്തു പറയേണ്ടത് 3, 4, 7, 9, 13, 18, 26, 29, 30 എന്നീ തീയതികൾ ഇത് ശുഭ സൂചകമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് അതിലൊക്കെ അന്നത്തെ ദിവസം ദീർഘയാത്ര പോവുക, ശുഭമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കുക, ബിസിനസ് തുടങ്ങുക ഒക്കെ ഒന്ന് കഴിവത് ഒഴിവാക്കുക. നിങ്ങൾ വർഷ അവസാനത്തോടു കൂടി കാലം നിങ്ങൾക്ക് അനുകൂലം തന്നെയായിട്ട് കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് നിങ്ങൾക്ക് കാലം അനുകൂലമായിട്ട്. കുടുംബത്തിൽ ഐശ്വര്യവും ധനലാഭവും രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദീർഘനാളായിട്ട് രോഗങ്ങളിൽ ശയ്യയിൽ കിടന്നവർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസകരമായ മുക്തി ഉണ്ടാകുന്നതാണ്. നിങ്ങൾ അഹന്തയൊക്കെ ഒന്ന് ഒഴിവാക്കി പ്രവർത്തിക്കേണ്ടതാണ്. ഐശ്വര്യവും ഗമനമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുറച്ച് അഹങ്കാരമൊക്കെ തലക്കനമൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് ഒന്ന് ഒഴിവാക്കി പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ധാരാളം ശത്രുക്കൾ ഈ സമയത്ത് ഉണ്ടാക്കി വെക്കും. സമ്പത്ത് കാലത്ത് കൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം എന്നൊരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെയാണ് ഈ സമയത്ത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപത്ത് കാലത്ത് കുറച്ച് സഹായിക്കാനായിട്ട് ആൾക്കാരുണ്ടാകും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അഹങ്കാരവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് തലക്കനമായിട്ട് അഹങ്കാരം തലക്ക് പിടിച്ച് നമ്മളതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിക്കുന്ന ശത്രുക്കളെയാണെങ്കിൽ നമ്മുടെ ആപത്ത് കാലത്ത് അവർ നമുക്ക് തലവേദനയായിട്ട് മാറും. ഈ സമയത്തൊക്കെ അഹന്ത ഒഴിവാക്കുക. നല്ല മനസ്സോടുകൂടി, ശുദ്ധമായ മനസ്സോടുകൂടി മറ്റുള്ളവരെ സഹായിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സന്തോഷകരമായിട്ട് ഒരു ജീവിതത്തിലേക്കോ പോവുക. വ്യാഴ ചന്ദ്ര യോഗം മൂലം ചില നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപവാദങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങൾ ആത്മനിയന്ത്രണത്തോടു കൂടി പ്രയത്നിച്ചാൽ നിങ്ങൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ മാസം. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നീതി പുലർത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയില്ല. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യാതെയൊക്കെ വരുന്നതാണ്. അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കില്ല. വിവാദങ്ങളിൽ നിന്നൊക്കെ മോചനം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. വിവാദ വിഷയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് പ്രതീക്ഷയിൽ കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കഴിഞ്ഞ ധനലാഭം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഉണ്ടാവും. ധനം കുമിഞ്ഞുകൂടും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ധനം വന്ന് കുമിഞ്ഞുകൂടുമെന്നല്ല, നിങ്ങളുടെ വരുമാനത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ 1000 രൂപ കിട്ടുന്ന ഒരാളായിരുന്നെങ്കിൽ 1100 വർദ്ധിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നിങ്ങൾക്ക് വരുമാന വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാവും.
ഈ സമയത്തൊക്കെ നിങ്ങൾ ലോട്ടറി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പരീക്ഷണം ചെയ്യാവുന്നതാണ്. എല്ലാവരും എല്ലാം ധനവും പോയി ലോട്ടറി വാങ്ങി വെക്കണമെന്നല്ല, ഇടയ്ക്ക് ഓരോന്നൊക്കെ എടുക്കുക. ഭാഗ്യം നിങ്ങളുടെ കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിക്കും. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കും അടിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കേണ്ട അത്യാവശ്യമാണ്. പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുക. നിങ്ങൾ കഴിയാവുന്ന വ്യാഴാഴ്ചയും ബുധനാഴ്ചയൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രമൊക്കെ ദർശിക്കുക. ബുധനാഴ്ച പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക. വ്യാഴാഴ്ചയാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വിഷ്ണു ഭഗവാനെ ദർശിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം നിവേദിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ശിവക്ഷേത്രത്തിൽ പിതൃക്കൾക്ക് പിതൃതർപ്പണം നൽകുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാ വ്യാധികളും മാറാനായിട്ടും ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണങ്ങളുടെ അഭയം പ്രയോഗിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.